കുറച്ച് സിനിമയാണ്, ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല. ഇതിന് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയെ പറ്റി ഞാൻ വാനോളം പൊഴുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ സിനിമ അത്ര നന്നായി പോയില്ല. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻറ്റ് ചെയ്യാനൊന്നുമില്ല. ഒരു കൊച്ചു സിനിമ, അപ്പം നിങ്ങൾ കാണാൻ തോന്നുന്നവർ കാണുക. അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. സിനിമ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ പറയുന്നതുകൊണ്ട് വേണ്ട ഒരു സിനിമ കാണണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണുക. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. പിന്നെ ഇവിടെ നമ്മളെ ഈ ലോഞ്ചിന് വന്ന ഒരുപാട് അതിഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സിയാദിക്കാം, പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട്, ഡയറക്ടർ അരുൺ ഗോപി, ബിബിൻ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. ബാക്കി നൗഷദ് ആലത്തൂർ ഒക്കെ എല്ലാവരും ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളവർ തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ നമ്മുടെ താരമാണ്. ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല. ഞാൻ വീണ്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈസിയായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും. സത്യത്തിൽ അതാണ്. എന്നുവെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനിനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട്സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാനിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ, ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല അങ്ങനെ ഒരു ഭാഗ്യം. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാളിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട്. പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷെ ധ്യാൻ അങ്ങനെയല്ല. ധ്യാനിനെ നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിൻ്റെ ഹരമാണ്. അപ്പോൾ ധ്യാനുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് രവീന്ദ്ര നീ എവിടെയൊക്കെയോ എത്തി. അപ്പം അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാനിൻ്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേകം നന്ദി, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ധ്യാനിന് ഞാൻ നൽകുകയാണ്. കാരണം എത്ര ദൂരത്തു നിന്നാണേലും വിളിച്ചാൽ ധ്യാൻ ഫോൺ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 2 ദിവസമൊക്കെ വിളിച്ച് നമ്മൾ കുറേ മിസ്ഡ് കോളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കുന്നത്. പക്ഷെ തിരിച്ചു വിളിക്കും. ഒരു 10 കോളൊക്കെ കണ്ടിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണേലും അദ്ദേഹം തിരിച്ചു വിളിക്കും. അതൊരു വലിയ കാര്യമാണ്. ആക്ച്വലി തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 4 സിനിമകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് എനിക്കറിയില്ല രവീന്ദ്ര നീ എവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉടനെ ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മൂവീസ് പിന്നെ ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, അനൂപേട്ടൻ, എല്ലാവരോടും പ്രത്യേകം നന്ദി. അനൂപേട്ടനോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, 4 സിനിമകളിൽ അഭിനയിച്ച ആളാണ്. രവിയേട്ടൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, എല്ലാവരും കുടുംബത്തിലെ ആൾക്കാരാണ്. എല്ലാവരോടും സെന്തിൽ, അസീസ്, സച്ചിൻ, ബിപിൻ, താങ്ക് യു സോ മച്ച്. ബിപിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സിനിമയ്ക്കൊപ്പം. 18-ാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട്, അപൂർവ പുത്രന്മാർ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ബിപിൻ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തില്ലാന്ന് തോന്നുന്നല്ലേ, സ്റ്റേജിൽ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ വക ഒരു റിക്വസ്റ്റ്, അപൂർവ പുത്രന്മാരും വൻ വിജയമായി തീരട്ടെ. എന്നുവെച്ചാൽ എല്ലാ സിനിമകളും വിജയിക്കണം, അപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത്. അതിനകത്ത് ഇന്ന പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ ഇന്ന ആൾ അഭിനയിച്ച സിനിമ മാത്രം വിജയിച്ച പോരാ, ചെറിയ സിനിമയും വിജയിക്കണം, എല്ലാ സിനിമകളും വിജയിക്കണം. അപ്പോൾ ഇൻഡസ്ട്രി വലുതാവട്ടെ. ലിസ്റ്റിനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള അവസരം അന്നേരമാണ് വന്നിരുന്നത്, ശരിയല്ലേ? അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പം അപൂർവ പുത്രന്മാരും നമ്മുടെ സിനിമയ്ക്കൊപ്പം ഇറങ്ങുന്ന എല്ലാവരും കാണണം. അപ്പം അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ആശംസകൾ കേട്ടോ. എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, JSK എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷേട്ടൻ്റെ സിനിമയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ എൻ്റെ സിനിമ മാത്രം വിജയിക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല പ്രവണതയാണ്. അപ്പം ഇപ്പം ഈ ഒരു വേദി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. ബട്ട് സ്റ്റിൽ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നു, എല്ലാ സിനിമകളും ഹിറ്റാവട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു മൈ ഡിയർ. ഹാപ്പി ബർത്ത്ഡേ.